DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് നിലവിൽ 1600 രൂപ വീതമൊക്കെയാണ് പെൻഷനായി ലഭിക്കുന്നത്. എന്നാൽ ദൈനംദിന ജീവിതത്തിനൊക്കെ ഈ തുക തികയാത്ത സാഹചര്യമാണ്. എന്നാൽ ഈ സാഹചര്യത്തിലാണ് 3000 രൂപ വീതം നമുക്ക് പെൻഷൻ ലഭിക്കുന്നത്. കേന്ദ്രമാണ് ഈ തുക നമുക്ക് നൽകുന്നത്. ഇതിൻ്റെ വിശദ വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരുവാനും മറക്കാതിരിക്കുക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. നമ്മുടെ സംസ്ഥാനത്തെയും അതോടൊപ്പം രാജ്യമെമ്പാടുമുള്ള 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് കേന്ദ്ര സർക്കാർ വാർദ്ധക്യ പെൻഷനുകൾ നൽകും. പ്രത്യേക സ്കീം വഴിയാണ് ഈ ആനുകൂല്യം നൽകുന്നത്. 3000 രൂപയാണ് പ്രതിമാസം ധനസഹായമായി ലഭിക്കുന്നത്. അതോടൊപ്പം പെൻഷൻ വാങ്ങുന്ന വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന് പിന്നീട് ഈ 3000 രൂപ വീതം പെൻഷനായി ലഭിക്കുന്ന സാഹചര്യമുണ്ടാകും. ഇവർ രണ്ടുപേരും മരണമടഞ്ഞാൽ ഇവരുടെ നോമിനിക്ക് മിച്ചം വരുന്ന തുക കേന്ദ്ര സർക്കാർ നൽകും. ഏറ്റവും വലിയ പെൻഷൻ പദ്ധതി കൂടിയായ ഈ പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിന് ഇപ്പോൾ സാധിക്കുന്നതാണ്. ഇത്തരത്തിൽ അപേക്ഷ സമർപ്പിക്കുന്നവർക്ക് ഒരു ID നമ്പർ ഉൾപ്പെടുന്ന ഒരു കാർഡ് ലഭിക്കും. പ്രധാനമന്ത്രി കിസാൻ മൻധൻ യോജന എന്ന് പറയുന്ന പെൻഷൻ പദ്ധതിയിലേക്കുള്ള രജിസ്ട്രേഷനാണ് ആരംഭിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ അംഗീകരിച്ച് പ്രവർത്തിക്കുന്ന കോമൺ സർവീസ് സെന്ററുകൾ വഴി നമുക്ക് അപേക്ഷ വയ്ക്കുവാൻ സാധിക്കും. ഇതോടൊപ്പം തന്നെ അപേക്ഷ വയ്ക്കുവാൻ LICയുടെ ഓഫീസിൽ എത്തിച്ചേർന്നാലും അപേക്ഷ വയ്ക്കുവാനും ഈ പദ്ധതിയുടെ പൂർണ്ണ വിവരങ്ങൾ അറിയുവാനും സാധിക്കും. കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും ജനപ്രിയമായ പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് വേണ്ടിയാണ് ഇപ്പോൾ അപേക്ഷകൾ ആരംഭിച്ചിട്ടുള്ളത്. അതായത് ഈ പദ്ധതിയിൽ 60 വയസ്സിന് മുകളിൽ പ്രായമെത്തുന്ന ഏതൊരു വ്യക്തിക്കും 3000 രൂപ വീതം പെൻഷനായി മാസം ലഭിക്കും. കിസാൻ മൻധൻ യോജന ആയതിനാൽ തന്നെ PM കിസാൻ പദ്ധതിയിൽ ഉൾപ്പെടുന്ന കർഷക കുടുംബങ്ങൾക്കെല്ലാം ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. ഇനി കിസാൻ നിധി പദ്ധതിയിൽ ഇല്ലെങ്കിൽ പോലും 2 ഹെക്ടറിൽ താഴെ കൃഷിഭൂമിയുണ്ടെങ്കിൽ അവർക്കെല്ലാം ഈ പദ്ധതിയിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിനു വേണ്ടി സാധിക്കും. എന്നാൽ 40 വയസ്സ് വരെയുള്ളവർക്കാണ് പദ്ധതിയിലേക്ക് രജിസ്റ്റർ ചെയ്യുവാൻ സാധിക്കുക. കാരണം ഇതൊരു പങ്കാളിത്ത പെൻഷൻ ആയതിനാൽ തന്നെ 18 മുതൽ 40 വയസ്സ് വരെയുള്ളവർക്കാണ് പദ്ധതിയിലേക്ക് ചേരാൻ സാധിക്കുക. 18 വയസ്സിലാണ് പദ്ധതിയിൽ ചേരുന്നതെങ്കിൽ 55 രൂപ അംശാദായം അടച്ചാൽ മതി. ഇതെല്ലാ മാസവും അടക്കണം. നമ്മുടെ പ്രായം കൂടുന്നതിനനുസരിച്ച് അംശാദായത്തിൻ്റെ തോത്, അതായത് ആ നിരക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കും. എന്നാൽ അടക്കുന്ന നിരക്കിൽ മാറ്റമൊന്നും ഉണ്ടാകില്ല. അതായത് 29-ാം വയസ്സിലാണ് ചേരുന്നതെങ്കിൽ 100 രൂപയാണ് അടയ്ക്കേണ്ടത്. പിന്നീട് എല്ലാ മാസങ്ങളിലും ഈ 100 രൂപ തന്നെയാണ് അടയ്ക്കേണ്ടത്. ഇനി 40-ാം വയസ്സിലാണ് പദ്ധതിയിൽ ചേരുന്നതെങ്കിൽ 200 രൂപയാണ് മാസം അടയ്ക്കേണ്ടത്. അതായത് പ്രായമനുസരിച്ച് അടയ്ക്കേണ്ട തുകയിൽ വ്യത്യാസമുണ്ടാകും. അതായത് ഓരോ പ്രായക്കാർക്കും ഓരോ തുകയാണ് അടയ്ക്കേണ്ടത്. നമ്മൾ അടയ്ക്കുന്ന തുകയ്ക്ക് തുല്യമായിട്ടുള്ളൊരു വിഹിതം കേന്ദ്ര സർക്കാർ നമ്മുടെ പേരിൽ നിക്ഷേപിക്കും. അങ്ങനെയാണ് ഈ സഹായം 60-ാം വയസ്സ് മുതൽ നമുക്ക് തിരികെ ലഭിക്കുന്നത്. ഏറ്റവും വലിയൊരു ജനക്ഷേമ വാർദ്ധക്യകാല പെൻഷൻ പദ്ധതിയിലേക്ക് അംഗങ്ങളെ ചേർക്കുന്നതിനുള്ള അപേക്ഷയാണ് ആരംഭിച്ചിരിക്കുന്നത്. ഈ പദ്ധതിയിൽ ചേരുന്നതിന് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് കേന്ദ്ര സർക്കാരിൻ്റെ മറ്റ് പെൻഷൻ പദ്ധതികളിൽ ഉണ്ടാകുവാൻ പാടില്ല. കേന്ദ്ര സംസ്ഥാന ജീവനക്കാരാകുവാൻ പാടില്ല. അതോടൊപ്പം തന്നെ PF ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളൊന്നും ലഭിക്കുവാനും പാടില്ല. ഇതോടൊപ്പം ആദായ നികുതി അടക്കുന്നവരുമാകരുത്. ഇങ്ങനെയുള്ളവർക്കെല്ലാം ഇതിലേക്ക് അപേക്ഷ വയ്ക്കാം. ബാങ്ക് അക്കൗണ്ട്, അതോടൊപ്പം ആധാർ കാർഡ് എന്നിവയാണ് പദ്ധതിയിൽ ചേരാൻ വേണ്ട പ്രധാന രേഖകൾ. ഇതോടൊപ്പം നോമിനിയുടെ ഡീറ്റെയിൽസും നൽകണം. വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.